ഹായ്. പാണക്കാട് തങ്ങൾക്ക് രാവിലെ ഒരു ഉൾവിളി ഉണ്ടായിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഉറക്കണീറ്റ മുതൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുകയാണത്രേ, PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. ഇത്രയും കാലം ആ മനസ്സ് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ആ ഉപ്പിലിട്ട് വെച്ചിരുന്ന മനസ്സ് ഇന്നാണ് കയ്യിൽ കിട്ടിയത്. ഇന്നലെ രാത്രി ഉറങ്ങാൻ നേരത്തെ എടുത്ത് ഫിറ്റ് ചെയ്തപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ എടുത്ത് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് വല്ലാതെ വെമ്പൽ കൊള്ളുകയാണ്. കാര്യം 1000 പള്ളിയുടെ കാളി എന്ന പരിഗണന പോലും കൊടുക്കാതെ ലീഗുകാരൊക്കെ കൂടെ ചേർന്ന് പൊങ്കാല ഇടുന്നൊരവസ്ഥ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഏത് മനസ്സും പറഞ്ഞു, വെറുതെ നമ്മൾ ഇതുമായിട്ട് ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് കൂടി അതെന്തുണ്ടാക്കും, അത് വലിയ കാലക്കേടുണ്ടാക്കും. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ദിവസം PM ശ്രീയുമായി ബന്ധപ്പെട്ട് ലീഗിൻ്റെ മന്ത്രിമാർ UDFകാരെല്ലാം ഒറ്റക്കെട്ടായിട്ട് സംഘപരിവാറിനോടൊപ്പം മുന്നോട്ട് പോകാം, ED നമ്മൾ വെറുതെ വിളിച്ച് പാണക്കാട് തറവാട്ടിലേക്കൊക്കെ വരുത്തണ്ട, നമ്മൾ അവരുമായിട്ട് എന്ത് ചെയ്താൽ മതി, ലോഹ്യത്തിൽ പോയാൽ മതി എന്ന മനോഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതാണ് ഇപ്പോൾ പൊടുന്നനെ ഇന്നിപ്പോൾ മാതൃഭൂമി ചാനലിലൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, എനിക്ക് ഒരു മനസ്സിൽ തോന്നിയിരിക്കുകയാണ്, പടച്ചോൻ തോന്നിച്ചതാണ് എന്ന് നിങ്ങളങ്ങ് വിചാരിക്കണം. കാര്യം ലീഗുകാരെ സംബന്ധിക്കുന്നിടത്തോളം പടച്ചോന് സമാനമാണല്ലോ, പ്രവാചകൻ്റെ കുടുംബത്തിൽപ്പെട്ടവരാണല്ലോ. ഇത്രയും കാലം പ്രവാചകൻ്റെ കുടുംബത്തിൽപ്പെട്ടവർക്ക് ഈ തലയ്ക്കകത്ത് ആൾ താമസമില്ലായിരുന്നു. കാര്യം PM ശ്രീയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാരിനെ കുറ്റപ്പെടുത്തി, അല്ലെങ്കിൽ അവരെടുക്കാൻ പോയൊരു നീക്കത്തിൻ്റെ പേരിൽ വലിയ പ്രചരണം നടത്തി അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ തോന്നിവാസം കാട്ടുമ്പോൾ അതിനെ ആരാണ് ആദ്യം തിരുത്തേണ്ടിയിരുന്നത്? അപ്പോൾ അതിനെ അവർക്കൊപ്പം നിന്ന് ന്യായീകരിച്ച വ്യക്തിക്ക് ഈ ഉൾവിളി വെറുതെ ഉണ്ടായതല്ല. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് ലീഗിൻ്റെ വകുപ്പ് മന്ത്രിമാർ ചെയ്യുന്ന സംഘപരിവാർ പാദസേവയിൽ ലീഗിലുള്ളവർ തന്നെ വല്ലാത്ത അമർഷത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരിരയാകുന്നതിനോടൊപ്പം ഞാനും കൂടി ഇരയാകണ്ട, ഞാൻ സേഫ് ആവണമല്ലോ. കാര്യം നമ്മുടെ കഞ്ഞുകൂടിയുടെ പ്രശ്നമാണല്ലോ. അതുകൊണ്ട് തങ്ങൾ തന്നെ പറയുകയാണ്, ഇനി നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോയാൽ ശരിയാവില്ല, എൻ്റെ മനസ്സ് പറഞ്ഞു എന്ന രീതിയിൽ ആ മനസ്സ് തിരികെ കിട്ടിയ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ ഈ ഒരു പ്രഖ്യാപനം നടത്തിയിട്ട് UDFുമായി ചേർന്നാണ് ആലോചിച്ച് ഇത്തരം ഒരു തീരുമാനമെടുക്കണം. ആ തീരുമാനമെടുത്തിട്ട് വേണം അത് നടപ്പാക്കേണ്ടത്. അല്ലാതെ നടപ്പാക്കി കഴിഞ്ഞാൽ അത് ശരിയല്ല എന്ന് എൻ്റെ മനസ്സ് പറയുകയാണ്. എന്തായാലും 90 ദിവസം വേണ്ടി വന്നു നമ്മുടെ 1000 പള്ളിയുടെ ഖാളിയായിട്ടുള്ള വ്യക്തിക്ക്, അല്ലെങ്കിൽ പ്രവാചകൻ്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട വ്യക്തിക്ക് ഇത് തെറ്റാണെന്ന് ബോധ്യപ്പെടാൻ. അതും ലീഗിലുള്ളവർ തന്നെ ഈ അടുത്ത കാലത്ത് ലീഗിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിക്കോട്ടെ, തദ്ദേശ വകുപ്പ് മന്ത്രി ആയിക്കോട്ടെ, സംഘപരിവാറിന് വേണ്ടി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം കണ്ട് എല്ലാവരുടെയും സംഘി മനസ്സ് നാട്ടുകാർ മനസ്സിലാക്കിയപ്പോൾ ഇനി നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ്. ആ നിലനിൽപ്പിൻ്റെ പോരാട്ടം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യങ്ങൾ കഷ്ടത്തിലാകുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പൊടുന്നനെ ഇന്ന് രാവിലെ കട്ടിൽ നിന്ന് എണീറ്റിട്ട് മാതൃഭൂമി ചാനലുകാരോടും മറ്റ് ചാനലുകാരോടും അറിയിച്ചിരിക്കുകയാണ്, ഇനി നമുക്ക് PM ശ്രീയായിട്ട് മുന്നോട്ട് പോകണ്ട. എൻ്റെ മനസ്സ് ഇന്നലെ രാത്രി മുതൽ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തുമ്പോൾ നമ്മുടെ നാട്ടിലെ ചില കാപട്യങ്ങൾ എങ്ങനെയൊക്കെയെന്ന് നാട്ടുകാർക്ക് മനസ്സിലാക്കാനുള്ള ഒരു സന്ദർഭം കൂടിയാണ്.